എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ അതൊരു അബദ്ധം എന്താണെന്ന് അറിയത്തില്ല. രാവിലെ ഉച്ചയ്ക്ക് വീഡിയോ ഇട്ടിട്ട് ഉടനെ ഞാൻ കമൻറ്റിൻ്റെ അകത്ത് എൻ്റെ ഈ അച്ചാർ ബിസിനസ്സിൻ്റെ നമ്പർ ഇടാനായിട്ട് ഞാൻ നോക്കിയപ്പം കമൻറ്റ് ഓഫായിട്ട് കിടക്കുക. അത് ഓണാക്കി വീണ്ടും അതിൻ്റെ തുടരെ പിന്നെ മായയുടെ കമൻറ്റ് വന്ന് ജൂലിയുടെയും വന്ന് അത് കഴിഞ്ഞിട്ട് ഒന്നും കമൻറ്റ് ആരുടെയും വരുന്നില്ല. അപ്പോൾ പിന്നെ ഓമനാൻ്റെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് കമൻറ്റ് ഇടാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ മായയ്ക്ക് റിപ്ലൈ കൊടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അന്നേരം ഞാൻ ചിന്തിച്ചു എന്തോ പറ്റിയെന്ന്. അപ്പം ഞാൻ ചിന്തിച്ചു കമൻറ്റ് ഞാൻ ഓണാക്കിയല്ലോ, പിന്നെ ഇനി എന്തേലും എൻ്റെ മൊബൈലിൻ്റെ കുഴപ്പമായിരിക്കും എന്ന് പറഞ്ഞ് ഞാനങ്ങ് വിട്ട്. കുറച്ച് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ഓമനാൻറ്റിയുടെ അന്നേരം നോക്കിയോണ്ടേ വീണ്ടും അത് ഓഫായി കിടക്കുന്നു. എന്നിട്ട് വീണ്ടും അത് ഓണാക്കി. അങ്ങനെ 2-3 തീരെ അത് ഓഫാക്കി. ഇനിയും ഞാനതിപ്പോൾ അന്നേരം റീച്ചാനടുത്ത് പറഞ്ഞത് റീച്ചപ്പോൾ ഇനിയും പ്രൈസൻ്റെ ആ ബാത്റൂമിൽ നിന്ന് കുളിക്കുന്ന അത് ഇട്ടിട്ടാണോ എന്ന് അറിയത്തില്ല, ഒരു ഡൗട്ടുണ്ട്. അതായിരിക്കുമോ എന്തോ എന്നേലും പിന്നിട്ടിട്ട് ഇപ്പം സമയം ഒരു 6:30 ഇല്ലേ, 6:30 കഴിഞ്ഞ് ആ സമയം വരെയും ഇതുവരെയും കമൻറ്റ് ഓഫായിട്ടില്ല. ഇനി എന്തോന്നറിയത്തില്ല. എന്താ ഓരോ ഗുലുമാലേ ആകെ ഞാൻ ചിന്തിച്ചിനി വീഡിയോയും എന്തെങ്കിലും പ്രോബ്ലം ആവുമോ എന്നുള്ള ഇത് ഒരു തരത്തിൽ കൂടെയും പറ്റുന്നില്ല. അപ്പം പിന്നെന്താ ഈ കണ്ടു കഴിഞ്ഞ് അന്നേരം അങ്ങ് കമൻറ്റ് ഇട്ടാലിട്ട് പിന്നെ ഇടാമെന്നും പറഞ്ഞ് ഇപ്പം എല്ലാവർക്കും ജോലിയും തിരക്കുള്ളവരല്ലേ, അങ്ങനെ പിന്നെ ചെയ്യാതിരിക്കാം. കാരണം 2 പേരുടെ കമൻറ്റേ അത് വന്നിട്ടുള്ളൂ. പിന്നെന്താ പിന്നെ ഇന്നലത്തെ പ്രൈസൻ അടി കിട്ടുക, സൗണ്ട് കുറയ്ക്കുക. അവനവിടെ കിടന്ന് ചാടുക കേട്ടോ ബോളെടുത്ത്. ഞാൻ പറഞ്ഞ ഇന്നാളിങ്ങനെ ഇവന്മാർ ബോൾ കളിച്ചാൽ ഒരു ഫിഷിനെ ഇടുന്ന അത് പൊട്ടിയത്. ഒരു പ്രാവശ്യം ഷോക്കേസിൻ്റെ അവിടെ അടിച്ച് 1-2 അതിൻ്റെ അകത്തുനിന്ന് 2 ഒക്കെ പൊട്ടിയതാണ്. അടിക്ക് ഞാൻ ബോളിട്ട് കളിക്കുവാന്നേ. നല്ല മഴ. ഇനിയിപ്പം എന്നാ വ്യാഴാഴ്ച ഇന്നലെ ഇവർക്ക് അവധിയായിരുന്നു. അതിൻ്റെ തലേന്ന് മഴയാണെന്നും പറഞ്ഞു. അപ്പോൾ ഇന്നലെ വേണമെങ്കിൽ പോകാമായിരുന്നു. ഞാൻ അതിൻ്റെ അന്ന് അവധി കൊടുത്തതുകൊണ്ട് ഇനി നാളെ സാറ്റർഡേ ഫുൾ ഡേയാണ്. അപ്പോൾ പ്രൈസനമായിരിക്കും ആകെ ഒരു സാറ്റർഡേ അല്ല കിട്ടുന്നുള്ളൂ. സൺഡേയിലും നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ അല്ല വരത്തുള്ളൂ. സൺഡേയിലും രാവിലെ ഉണ്ടിക്കണം കേട്ടോ. 8 മണിക്ക് സൺഡേ സ്കൂളുണ്ട് ഓൺലൈൻ. അപ്പോൾ അവനങ്ങ് ആകെ ഒരു ഇതാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നും ഒരു കുഞ്ഞു വീഡിയോ കാണിക്കുന്നുണ്ട്. അതൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് കണ്ടിട്ടില്ല? അർജുൻ എന്ന് പറയുന്ന ലോറിയും കൊണ്ട് പോയ കുറേ നാൾ കാണാനില്ല, കണ്ടു കിട്ടും, അങ്ങനെ പലരും പ്രവചിച്ച് പറഞ്ഞ് ജീവനോടെ കിട്ടും, അങ്ങനെയൊക്കെ അവസാനം കഷ്ടം. മരണ വാർത്ത അറിഞ്ഞ് സത്യം പറഞ്ഞാൽ വിഷമം വരും എന്നൊക്കെ കണ്ടിട്ട്. ആ പെണ്ണിന് ജോലി കിട്ടി, ഗവൺമെൻറ് ജോലി കിട്ടി. എന്നാലും ആ പെൺകൊച്ചിനും പ്രായമില്ല, അവനും ഒരു പ്രായം കുറഞ്ഞ കൊച്ചൻ. ഓരോ അവസ്ഥകളെ. അന്ന് ഞാൻ മീൻ മാർക്കറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ട് ഞാൻ ചോദിച്ചില്ല വലയിലിരിക്കുന്ന എന്തോ. അന്നേരം എന്നോട് നേരത്തെയൊക്കെ ഇങ്ങനെ ഓരോരുത്തരുടെ വീഡിയോയിൽ ഈ കക്ക തോരനൊക്കെ കാണുമ്പോൾ ഞാൻ പറയുമോ ഇവിടെ നിന്നും കിട്ടാൻ കക്ക ഞാൻ കണ്ടിട്ടേ ഇല്ല, ഇവിടെ നിന്നും ഇല്ലെന്ന്. പക്ഷേ ആ വലയ്ക്കകത്ത് കിടന്നത് കക്കയായിരുന്നു. പക്ഷേ അതിൻ്റെ പ്രോസസ്സിങ് ഇത്തിരി കൂടുതലാണ്. അത് പുഴുങ്ങണം, എന്നിട്ട് അതിൻ്റെ തോടൊക്കെ എടുക്കണം. പണ്ട് ഞങ്ങളുടെ കുഞ്ഞിലെ എൻ്റെ അമ്മയുടെ അനിയത്തി കൊല്ലത്തായിരുന്നു. അപ്പോൾ അവിടുന്ന് അമ്മ പണ്ട് ഇങ്ങനെ കക്ക കൊണ്ടുവന്ന് തോരൻ വെച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു പ്രാവശ്യം കണ്ടേ കഴിച്ചിട്ടുള്ളൂ ഞങ്ങൾ കുഞ്ഞിലെ. അതിൽ പിന്നെ ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതാണ് അത്രയും പ്രോസസ്സിങ് ഇല്ലായിരുന്നെങ്കിൽ ഇച്ചിരി വാങ്ങിച്ചത്. പക്ഷേ ആൾക്കാർ ഒത്തിരി പേര് വന്ന് വാങ്ങിക്കുന്നുണ്ടേ. അത്
എന്നിട്ടാ ഞാനൊരു മീനിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഈ ഒരു വലിയൊരു മീൻ. അപ്പോൾ ഒരു കമൻറ്റോ അത് ഗ്രില്ല് ചെയ്യാനൊക്കെ നല്ലതാണ്. ഞാനതിനെ കണ്ടിട്ടേ ഇല്ല. ഓക്കെ. രാവിലെ ദോശയായിരുന്നു, അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ കുടിക്കാനൊക്കെ വെള്ളം വെച്ചു. അപ്പോൾ അവന് ടിഫിൻ കൊണ്ടുപോകാനായിട്ട് ഞാൻ ചീസും ബ്രെഡും കൂടെ ടോസ്റ്റ് ചെയ്ത് കൊടുത്തു വിടാമെന്ന് വെച്ച്. വലിയ സ്ഥലമില്ലാഞ്ഞ് ഇങ്ങനെ എടുത്ത് വെച്ചാൽ ഇത് ഇന്ന് കറി വെക്കാമെന്നും പറഞ്ഞെടുത്ത് വെളിയിൽ വെച്ചാൽ. പക്ഷേ നോക്കിയൊന്ന് ഇന്നത്തെ മോര് കറി ഇരിപ്പുണ്ട്, ഒരു നേരത്തേക്കിന് മതിയല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇതെടുത്തൊന്ന് തോരൻ വെക്കാം. ഇത് ചിലത് പൊളിക്കാനുള്ളതാണ്. ഇന്നലെ പച്ചക്കറി വാങ്ങിച്ചോണ്ടേ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കാവുന്ന മൊത്തം വെച്ച് ബാക്കി അത്രയും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് മത്തങ്ങക്കറി വെക്കാം, അതുകൊണ്ട് മത്തങ്ങ എടുത്ത് വെളി വെച്ചാൽ, അല്ലെങ്കിൽ മത്തങ്ങയൊക്കെ വെളി വെച്ചാൽ പന്നലായി പോകുമല്ലേ. അപ്പോൾ അങ്ങനല്ലേ മോര് കറി ഉണ്ടായത്. അപ്പോൾ ആ പയർ തോരൻ വയ്ക്കാമെന്ന് വെച്ച്. കാബേജ് പിന്നെ 1-2 ദിവസം വെളിയിലിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ മത്തങ്ങയുടെ ആ മണ്ടയില അകത്തെ ആ പിന്നെ അരിയൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഞാനങ്ങ് ചെത്തി കളഞ്ഞിട്ട് പിന്നെ കണ്ടിച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ച്. എന്നിട്ട് പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ചരുവം വെച്ചിട്ട് വെള്ളം ഒഴിച്ച് പയർ കഴുകാൻ ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് വെള്ളത്തിടാൻ പറ്റും. ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം പയർ കുറച്ച് നേരം വെള്ളത്തിയിട്ട് പിന്നെ എനിക്ക് കുറച്ച് കച്ചട പിച്ചട ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്തിട്ട് പിന്നെ ഞാൻ പയറും ഇരുന്ന് അവിടെ അകത്ത് പോയിരുന്ന് അരിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കൈ വെച്ച് അരിയുന്നതിനേക്കാൾ കട്ടിംഗ് ബോർഡ് വെച്ച് അരിയുമ്പോൾ എനിക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രാക്ടീസായി. നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അറിയത്തില്ലെന്ന് പറഞ്ഞിരുന്നാൽ അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ മെനക്കെട്ട് പഠിച്ചതാണ്. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞില്ല, ഗീതേച്ചി ഒരു കമൻ്റ് ഇട്ടായിരുന്നു. അത് ഞാൻ ഗീതേച്ചി പറഞ്ഞു, ബിജി ഇന്ന വീഡിയോയുടെ താഴെ ചെന്നിട്ടത് അവിടെ എങ്ങും നോക്കിയിട്ടൊന്നും കമന്റ്. ചിലപ്പോൾ ഇനി 3-4 ദിവസം കഴിഞ്ഞ് വേണമെങ്കിൽ പലരുടെ ഒരു ഇന്നലെ ഞാൻ പിന്നെ റിപ്ലൈ കൊടുക്കാൻ നേരം 5 ദിവസത്തെ മുമ്പിട്ടുള്ള കമൻറ്റ് ഇന്നലെ കിട്ടി. അപ്പോൾ ഗീതേച്ചി എനിക്കത് ഷോർട്ട് എടുത്ത് തന്നായിരുന്നു. ആ കമൻറ്റ് ഞാൻ ഒന്ന് വായിക്കാം കേട്ടോ. എൻ്റെ ബിജി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി, ഉഗ്രൻ രുചി, എല്ലാവരും കഴിച്ചു, അടുത്ത 2 വീട്ടിലും കൊടുത്തു, അവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഇത് ഏത് റെസ്റ്റോറൻറ്റിൽ കഴിച്ചു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ക്രെഡിറ്റ് ഷെഫ് ബിജിക്കുള്ളതാണ്. വീഡിയോ ഷെയർ ചെയ്തു. ഞായറാഴ്ച ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. ഒരു വെറൈറ്റി രുചി, സംഭവം അടിപൊളി. ഇനി മിക്കവാറും എൻ്റെ അടുക്കളയിൽ ഇതാവും. കുറച്ച് നെയ്യും ചേർത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് ചേർത്തു. മണം കൊണ്ട് ഈ പ്രദേശത്ത് ആർക്കും നിൽക്കണ്ട, അത്രയും മണമായിരുന്നു. എനിക്കും ഒന്നിനൊന്ന് തൊടാത്ത ഉപ്പുമാവാണ്. അത് ഉപ്പുമാവിനെ പറ്റി, ഫ്രൈഡ് റൈസിൻ്റെ. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ഇതാ വീഡിയോയുടെ താഴെ ആയിരുന്നെങ്കിൽ പലരും കണ്ടിട്ട് അവർക്കതൊരു എൻകറേജ് ആയതിനായിരുന്നു. ചേച്ചി പറഞ്ഞു, ബിജി വായിച്ചില്ലേ, ഇനി എന്തോ സാരമില്ല എന്നാ കമൻറ്റ്. അത് ഗീതേച്ചി ഇട്ടത് ആ ഫ്രൈഡ് റൈസിൻ്റെ ഇതിൻ്റെ അകത്തല്ല, വേറെ ഇവന്മാർ ഈ വീടും തിരിച്ചു മറിച്ച് വെക്കും അങ്ങനെ ഒരു വീഡിയോയുടെ താഴെയാ കൊണ്ട് കമൻറ്റ് ഇട്ടേന്ന് പറയുന്നു. അങ്ങനൊരു സംഭവം. പക്ഷേ കമൻറ്റ് കേട്ടതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു ഗീതേച്ചി. ഇന്നലെ ഞാൻ ചേച്ചിയുടെ കമൻറ്റ് വന്നോണ്ടേ ഞാനത് ഇൻട്രോ സമയത്ത് പറയാമെന്ന് വെച്ച്. ഇന്ന് ഇൻട്രോ പറഞ്ഞോണ്ടേ എനിക്കത് ഞാനത് മറന്നുപോയി. അപ്പോൾ ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് പെട്ടെന്ന് ക്ലിക്കായി. അതാ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ട് വീഡിയോ ഇങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇടാനേ പറ്റുള്ളൂ. അപ്പോൾ ഒത്തിരി ഇങ്ങനെയുള്ള കമൻസ് ഞാൻ എന്നിട്ട് ഈ കമൻസ് ഇവരുടെ പോളിനെ റീച്ചാൻ എല്ലാം വായിച്ച് കേൾപ്പിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ പക്ഷെ അത് അവർക്ക് അന്ന് അവരെല്ലാം പറഞ്ഞു കേട്ടോ നല്ലതായിരുന്നു. എന്നിട്ടൊന്നും വെറുതെ ഒന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്കല്ലേ ഞാൻ ചെയ്യുന്നത് ഇഷ്ടമല്ലാത്തതൊക്കെ. അതുകൊണ്ടിപ്പം ഗീതേച്ചി കണ്ടോ പറഞ്ഞത്. അപ്പോൾ പോള് പറയുക, പോളും പപ്പായോടെ അങ്ങ് ഒന്നിച്ച് കൂടിയിട്ട്
ഓ മമ്മി ഇപ്പം തറയിലൊന്നും അല്ലടാ, മമ്മി ഇത്തിരി ഇങ്ങനെ എയറിൽ ഇങ്ങനെ നിൽക്കുമോ. ഞാൻ പറഞ്ഞ ആന്ന് എയറിൽ നിൽക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഈ കമൻറ്റ് കേൾക്കുമ്പോഴേ, കാരണം നമ്മൾ ചെയ്ത ഒരു റെസിപ്പി മറ്റൊരാൾ ചെയ്തിട്ട് അവർക്ക് സക്സസ് ആയി എന്ന് വീഡിയോ കാണുന്നതിലോ അതിലൊന്നുമല്ല. കാരണം നമ്മുടെ ഒരു വീഡിയോ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടുക എന്നുള്ളതാണ് നമ്മൾ വീഡിയോ ഇടുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റുള്ളവർക്കും പ്രയോജനം കിട്ടേണ്ട രീതിയിൽ, കിട്ടത്തക്ക വിധത്തിലുള്ള, ഇപ്പോൾ എന്തെങ്കിലും ഇപ്പം ഈ ബിഗിനേഴ്സ് കുട്ടികൾക്കാണെങ്കിൽ ഇപ്പം യൂട്യൂബ് ഉള്ളത് കൊണ്ട് അതിനിപ്പം നമ്മുടെ വീഡിയോ എന്നല്ല വേറെ ആരുടെ വീഡിയോ ആണെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കതൊരു പ്രയോജനമാണ്. അതുപോലെ നമുക്കും ഓരോ വീഡിയോയിൽ നിന്ന് ഓരോരുത്തർക്ക് ഇങ്ങനെ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് ഞാനത് പഠിച്ചു ഇത് പഠിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അങ്ങനെ ഞാൻ പയറൊക്കെ ഒന്ന് അടപ്പത്ത് വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രാവിലെ വെണ്ടയ്ക്ക അരിഞ്ഞ് മെഴുക്കുവരട്ടിക്ക് വേണ്ടി വെച്ചായിരുന്നേ. ആ വെണ്ടയ്ക്കയൊക്കെ റെഡിയായി, കഴിക്കാനുള്ളവർക്കൊക്കെ ഉച്ചയ്ക്ക് കൊടുക്കുകയും ചെയ്തു. പോളിന് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. തോരനൊക്കെ ഇവിടെ റെഡിയായി. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി റെഡിയായിരുന്നു, എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കി ഇത്രയുണ്ട്. പ്രൈസൻ എന്ന് വരുമ്പം തുള്ളിച്ചാണ്, കാരണം അത്രയ്ക്ക് എനിക്കും അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല, അവന് ഭയങ്കര ഇഷ്ടമാണ്. ഒക്കെ പറയും ആ ഇതുകൊണ്ട് ആ ഗ്രീൻ നിൽക്കുന്ന കണ്ടോ. ആ അങ്ങനല്ല, അതിൻ്റെ ഞെട്ടൂടെ പിടി. ऐसा नहीं काटने का पैसा ना, वो डंडी से निकाल. ആ ഇങ്ങനെ പിച്ച് അങ്ങനെ വലിച്ചു പറിക്കല്ലേ. ഇത് അതിലേ കറങ്ങി വരണം, ഇത് ഇവൻ്റെ മണ്ടേ കയറാം. അതുകൊണ്ടാണ് ഞാൻ പോകാഞ്ഞത്. ഇവൻ പറഞ്ഞ് ഞാൻ പറിക്കാം മമ്മി, ഞാൻ പറിക്കാം മമ്മി. അവൻ വലിയ ഇതായിട്ട് പോയി. പക്ഷേ അവൻ ആദ്യം പിച്ചത് അതിൻ്റെ ആ തണ്ടുണ്ടല്ലോ, തണ്ട് അവിടെ വെച്ചിട്ട് കാന്താരി ഇങ്ങ് പിച്ചാൻ പറയൂ, അങ്ങനെ പറിക്കല്ലേന്ന്. ഞാൻ മിക്ക ദിവസവും ഇവനെ വിളിക്കാൻ പോകുന്നുണ്ട് ഈ കാന്താരിയെ നോക്കിയാണ് പോകുന്നത്. അപ്പം ഇന്ന് എന്തുവാന്നേലും നമുക്കത് പറിക്കാനായിട്ട് പറ്റി. ഇങ്ങനെ നോക്കിയില്ല കുറുക്കൻ നോക്കി ഇരിക്കുന്ന പോലെ, കോഴിക്കുട്ടി ഇരിക്കുന്ന പോലെ ഞാൻ നോക്കിയാണ് പോകുന്നത്. പ്രൈസമോനെയും കൊണ്ട് ഞാൻ കുറേശ്ശെ ഞാൻ പറഞ്ഞു എളുപ്പം പറയണം. അവനിങ്ങനെ ഓരോന്ന് പിച്ചിക്കൊണ്ടിരിക്കുമോ. കുറേയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ 3 പേരിൽ ഒരേ ആൾ ഷെട്ടിയാണ്. അന്നേരം ആ പുള്ളിക്കാരിക്ക് കാന്താരിയെ പറ്റിയൊക്കെ അറിയാം. അപ്പം പുള്ളിക്കാർ പറഞ്ഞു ഇന്നാളെ ഇത് ഒടിഞ്ഞ് വീണ് കിടക്കുമായിരുന്നു, വെട്ടിക്കളയാൻ നേരം അവരാ കച്ചവടക്കാരോട് പറഞ്ഞ് കമ്പ് കയറ് വെച്ച് കെട്ടിയേക്കുക. അപ്പം പുള്ളിക്കാരി പോയി പിച്ചി ചമ്മന്തിയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് അവർ പറഞ്ഞ് എനിക്കൂടെ ഒന്ന് നോക്കട്ടെ എങ്ങനെ ടേസ്റ്റ്. ഞാൻ പറയും ഇതിന് ഭയങ്കര എരിവാണ്, ഇങ്ങനെ ഇരുന്നാൽ മതി സാധനം. പിന്നെ ഞാൻ 3 ആളെണ്ണം താന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാനൊരു ഇച്ചിരി അങ്ങ് എടുത്തങ്ങ് കൊടുത്ത്, അല്ലാതെ ഇത്രയും കൂടെ കണ്ടേനെയായിരുന്നു. അപ്പം അവർ പറഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് നന്നായി കൈ കഴുകണമെന്ന്, മുഖത്തും കൈ തേക്കല്ലേന്ന് പറഞ്ഞു. എൻ്റെ കാന്താരിയിലും 3-4 കാന്താരി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ പഴുത്ത കാന്താരി എടുത്തുകൊണ്ട് പോയതാണ്. എന്നിട്ട് ഞാനത് ഇച്ചിരി ഉണങ്ങിയിട്ട് പാവിയിട്ട് ഒരെണ്ണേ കിട്ടിയുള്ളൂ, ഒരു തയ്യേ കിട്ടിയുള്ളൂ. ഞാൻ കയറിപ്പോയി പറിച്ചായിരുന്നെങ്കിൽ പെട്ടെന്ന് പറിക്കായിരുന്നു. അപ്പോൾ അവനാ കഴിയുന്നത്, അവനിലെ കാല് കണ്ട ഇങ്ങനെ വെച്ചോണ്ട് ഉള്ളതുകൊണ്ട് കൊതുകും അവനെ കടിച്ചു. നമുക്ക് ഇത്രയും കാന്താരി കിട്ടി, നല്ല വിളഞ്ഞിയാണ്, നല്ല മണം. പക്ഷെ ഞാൻ ആദ്യം നേരത്തെ പറിച്ചോണ്ട് ഇത്രയും വലുതല്ലായിരുന്നു, കുരുട്ടായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ കൊണ്ട് ഉണക്കി പാവിയത്. ഇത് പക്ഷേ കുറച്ചുകൂടെയൊക്കെ അത് വലിച്ച് കെട്ടി അതിനെ ഇച്ചിരി മണ്ണൊക്കെ വെട്ടിയിട്ടാണ് ഇത്തിരി നന്നായെന്ന് തോന്നുന്നു. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ, എപ്പം ചോറ് കഴിക്കാൻ ഞാൻ എടുത്താലും ഓരോന്നെടുക്കും. കാന്താരി എത്ര പേര് കഴിച്ചിട്ടുണ്ട്, എത്ര പേർക്ക് ഇഷ്ടമുണ്ട്. ഈ കപ്പയൊക്കെ പുഴുങ്ങിയിട്ടൊക്കെ നമ്മളെ ഉപ്പുനീരെന്ന് ഞങ്ങൾ പറയും. അതുപോലെ ഈ സ്വീറ്റ് പൊട്ടറ്റോ അതിനൊക്കെ ഉപ്പുനീര് ഉടയ്ക്കുന്നതാണ്. ഈ കാന്താരിയും കൂടെ പൊട്ടിക്കുവാണെങ്കിൽ നല്ല മണവും ഒരു ഇതുമാണ്. പഴങ്കഞ്ഞിയൊക്കെ ഉണ്ടെങ്കിലേ പഴങ്കഞ്ഞിയുടെ അകത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ കാന്താരിയൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട്, പിന്നെ കൊച്ചൻ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി കണ്ടോണേ അവൻ പറഞ്ഞ് എനിക്ക് ചപ്പാത്തി മതിയെന്ന്. ഞാനിപ്പോൾ അവനെ കാണിക്കാഞ്ഞത് അവൻ ഷർട്ട് ഇട്ടിട്ടില്ല. അപ്പം ഞാൻ അച്ചാറൊക്കെ അവിടെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അതൊക്കെ ഞാൻ അയച്ചു കഴിഞ്ഞതാണ്. അത് നേരത്തെ ഉള്ള വീഡിയോയാണ്. അപ്പോൾ അവൻ വരുവാണെങ്കിൽ വൈകിട്ട് ഞാൻ ചോറാണ് കൊടുക്കുന്നത് മിക്ക ദിവസവും. കാരണം രാവിലെ ഉച്ചയ്ക്കും ഇങ്ങനെയുള്ള ഈ നാസ്തകളല്ലേ. അപ്പം ചില ദിവസം വിശക്കുന്ന ടേസ്റ്റിൽ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി കണ്ടപ്പോഴത്തേക്കിന് ഇത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു.
നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതായിരുന്നു ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീണ്ടും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.